Hi friends, welcome back to Shaniz Cookinglab. ഇന്ന് ഞാനൊരു സോഫ്റ്റ് യമ്മി വൈറ്റ് വെൽവെറ്റ് കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നത്. ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണേ. ആദ്യം ഒരു ബൗളിലേക്ക് 2 മുട്ടയുടെ എഗ് വൈറ്റ് മാറ്റി വയ്ക്കാം. എന്നിട്ട് സ്റ്റിഫ് ആകുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് ഇവിടെ നല്ല ബീറ്റായി വരുന്നുണ്ട്. എഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അവന് നമ്മൾ 180 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതാ നമ്മുടെ എഗ് വൈറ്റ് നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ഇനി ഒരു ബൗളിലേക്ക് 80 ഗ്രാംസ് ഓഫ് അൺസാൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ക്രീമി ആവുന്നത് വരെ നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത എഗ് വൈറ്റിൻ്റെ 2 എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ മിക്സിലേക്ക് എഗ് യോക്ക് നന്നായി മിക്സ് ആവുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് തൈരാണ്. അതിലേക്ക് തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ഈ ബട്ടർ എഗ് യോക്ക് മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 കപ്പ് പാലും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടി നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് മൈദയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ സ്ട്രെയിൻ ചെയ്തെടുത്തതാണിത്. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തെടുത്ത നമ്മുടെ എഗ് വൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ലംസൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ വൈറ്റ് വെൽവെറ്റ് കപ്പ് കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കപ്പ് കേക്ക് മൗൾഡ് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഫില്ല് ചെയ്തെടുക്കാം. ഞാനൊരു ഐസിങ് ബാഗിലാക്കിയിട്ടാണ് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഈസി മെത്തേഡ് അതാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതൊരു 15 to 20 മിനിറ്റ്സ് അവനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സ് നല്ല അടിപൊളിയായി ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിനുള്ളിൽ നമുക്ക് നമ്മുടെ ഫ്രോസ്റ്റിങ് റെഡിയാക്കി എടുക്കാം. ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് 150 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 50 ഗ്രാം ക്രീം ചീസും 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക്സൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ സ്റ്റാർ നോസിലാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു കപ്പ് കേക്ക് ഫ്രോസ്റ്റിംഗ് ഇല്ലാണ്ടും വെറുതെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും നിങ്ങൾ വീട്ടിൽ നിന്ന് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.